ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കുറ്റ്യാടി ചുരം വഴിയാണ്. 4 മൈലിൽ നിന്ന് തിരിഞ്ഞ് പോണ റോഡാണ് കുറ്റ്യാടി ചുരം. നിരവിൽപ്പുഴ വഴിയാണ് പോണത് കേട്ടോ. പോണ വഴിയിൽ ഇതുപോലെ നല്ല കൃഷികളുള്ള ഏരിയയാണ് എല്ലാം. വാഴയും കപ്പയും പാവയ്ക്കയും ഇതുപോലെ എല്ലാ കൃഷികളും ഉണ്ട്. അടക്ക. പിന്നെ പോണ വഴിയിൽ റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ നിലവിൽപ്പുഴ എത്തി. ടൗണിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ചുരത്തോട് എത്താറായി. നമ്മൾ വയനാട് നിന്ന് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ കുറ്റ്യാടി ചുരം. കുറ്റ്യാടി ചുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ചുരം പോലെയല്ല. ഒരു പകുതി 2 വളവ് കഴിയുമ്പോൾ തന്നെ ആൾതാമസങ്ങളുള്ള ഏരിയയാണ് കുറ്റ്യാടി ചുരം. പിന്നെ റോഡ് അത്രക്ക് വീതിയൊന്നുമില്ല. പക്ഷേ ഈ റൂട്ടിൽ നമ്മൾ താമരശ്ശേരി ചുരം പോലെ അത്രക്ക് വണ്ടികൾ പാസ് ചെയ്യുന്നതായി കണ്ടിട്ടില്ല. പിന്നെ നല്ല കാർമേഘം, മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോക്കൊരു മങ്ങൽ. നല്ല മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന കാലാവസ്ഥയൊന്നും ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ നാടുകാണിച്ചുരം കാണിച്ചു, പാൽച്ചുരം കാണിച്ചു, താമരശ്ശേരി ചുരം കാണിച്ചു. ഇനി കുറ്റ്യാടി ചുരം. ഇനി നമ്മൾ പേരിയ വഴി പോണ ചുരമുണ്ട്. അവിടെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ചുരം. അത് റോഡ് പണി നടക്കുകയാണ്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ആ പണി കഴിഞ്ഞാലേ അത് ഓപ്പൺ ആവുള്ളൂ. 2 ദിവസം കൊണ്ട് തുറക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ വഴി. ഇനി അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഏകദേശം നമ്മൾ ചുരം ഇറങ്ങി പകുതിയോളമായി. പകുതി ആയപ്പോൾ തന്നെ ഇവിടെ ഏകദേശം തെങ്ങ് കൃഷികളും ഒരുവിധ ആളുകളെല്ലാം താമസിക്കുന്ന ഏരിയ കൂടെയാണ്. ഇപ്പം നമ്മൾ താമരശ്ശേരി ചുരമാണെങ്കിലും അടിവാരം എത്തണം, കുറച്ചൊരു ആൾ താമസം ആണെങ്കിൽ. അപ്പോൾ ഈ ചുരത്തിലൂടെ പോയവരും അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഏകദേശം നമ്മൾ എത്താനായി. കുറ്റിൽപ്പാലം എത്താനായി.
തിരക്കില്ല എന്നാണ് തോന്നുന്നത് കുറ്റ്യാടി ചുരം. മറ്റേ പാൽച്ചുരം വഴിയാണെങ്കിലും കല്ലുവണ്ടികളും, നാടുകാണി ചുരമാണെങ്കിൽ പച്ചക്കറി വണ്ടികളും, താമരശ്ശേരി ചുരമാണെങ്കിൽ ഒരുപാട് ലോറികളും സർവീസ് നടത്തുന്നൊരു ചുരമാണ്. പക്ഷെ ഞാൻ പോയ സമയത്ത് അങ്ങനെ ഇതിലൊരു തിരക്കായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടിൽപ്പാലം എത്തി. ഇതാണ് തൊട്ടിൽപ്പാലം KSRTC സ്റ്റാൻഡ്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് നമ്മൾ കുറ്റ്യാടിയിലേക്ക് പോവാണ്. അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതൊന്ന് കാലാവസ്ഥൻ്റെ കുഴപ്പമാണ്, പിന്നെ ഫോണ് നമ്മളതൊരു സാധാ ഫോണായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ ഓക്കെ, ബൈ.